കഴിഞ്ഞ ചൊവ്വാഴ്ച ദേവിളി ക്യാമ്പിന് ക്ലാസ് ഉണ്ടായിരുന്നു. പൗരോഹിത്യ ജീവിതം ആധുനിക എന്നായിരുന്നു വിഷയം. അപ്പം ഇന്ന് രാവിലെ ഞാൻ മലയാളത്തിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളും വാങ്ങിച്ചു. ഒരു 14 പത്രം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പത്രം അടക്കം 14 പത്രങ്ങളുണ്ടായിരുന്നു. ആ പത്രങ്ങളൊക്കെ ക്യാരി ചെയ്തത് ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഞാൻ ഈ കുട്ടികളെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവർക്ക് ഓരോ പത്രം വെച്ച് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, പാപ്പയുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഈവൻറ്റ്സ്, പാപ്പയുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, പാപ്പയുടെ ക്വാളിറ്റീസ്, അങ്ങനെ പല പല ചോദ്യങ്ങളാണ് ഓരോ ഗ്രൂപ്പിന് കൊടുത്തത്. ഇപ്പോൾ ചില ഗ്രൂപ്പിന് കൊടുത്ത ചോദ്യം പാപ്പയുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഈവൻറ്റ്സാണ്. ഇപ്പോൾ പലരും പറഞ്ഞത് പാപ്പയായത്, പാപ്പ വൈദികനായത്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് ആയിട്ടൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു പയ്യൻ വന്ന് അവതരിപ്പിച്ചിങ്ങനെയാണ്, പാപ്പ സൗത്ത് സുഡാൻ്റെ പ്രസിഡൻറ്റിൻ്റെ കാല് മൊത്തിയത്, കാല് കിസ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് കരുതി അതെങ്ങനെയാണ് ലൈഫിലെ ഫ്രാൻസിസ് പാപ്പയുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഈവൻ്റ് ആവുന്നത്. അതിനുശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പാപ്പയുടെ ലൈഫിൽ പ്രധാനപ്പെട്ട ഈവൻ്റാണ്. നമുക്കത് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. 2019 ഫ്രാൻസിസ് പാപ്പ ഈ സൗത്ത് സുഡാൻ ലീഡേഴ്സിനെയൊക്കെ വത്തിക്കാനിലേക്ക് വിളിക്കുന്നത്. 2 ദിവസത്തെ റിട്രീറ്റ് ആയിരുന്നു. അതിൻ്റെ അവസാനം പാപ്പ ചെയ്ത് ഈ ലീഡേഴ്സിൻ്റെയൊക്കെ കാല് കുമ്പിട്ട് കിസ് ചെയ്യാണ്. പാപ്പ അധികമൊന്നും സംസാരിച്ചൊന്നുമില്ല, പക്ഷേ ഈ ഒരു ചുംബനത്തിലെല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ സിവിൽ വാർ നടക്കുകയാണ്. അപ്പോൾ സമാധാനം ഉണ്ടാവണം. ഈ സമാധാനത്തിന് വേണ്ടിയുള്ള പാപ്പയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, പവർഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പാപ്പ കുനിഞ്ഞു നിന്ന് അവിടെ കാലുമുത്തുന്നത്. നിങ്ങൾ ലീഡേഴ്സ് തമ്മിൽ സൗഹൃദം ഉണ്ടായാൽ രാജ്യത്ത് സൗഹൃദം ഉണ്ടാകുമെന്ന് പാപ്പ പഠിപ്പിക്കുകയാണ് ഒരു സിമ്പിൾ ഈവൻറ്റിലൂടെ. പാപ്പയുടെ ലൈഫ് നോക്കുമ്പോൾ നമുക്കറിയാം, വലിയ വലിയ കാര്യങ്ങളെക്കാൾ കൂടുതൽ വളരെ സിമ്പിൾ കാര്യങ്ങളാണ് പാപ്പയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത്. നിൽക്കുന്ന സ്വിസ് ഗാർഡിന് ഇരിക്കാൻ കസേരയിട്ട് കൊടുക്കുന്നു, അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അവന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. തൻ്റെ സെക്യൂരിറ്റി ഗാർഡിൽ ഒരാൾ തളർന്നു വീടുമ്പോൾ പാപ്പ മൊബൈലിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ കരുതുന്ന പാപ്പ. ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറുക. ഇത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഈ സിമ്പിൾ കാര്യങ്ങളിലൂടെയാണ് പാപ്പ ഉള്ളിലേക്ക് കയറിയത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മളതാ കാണുന്നത്. ഈശോ നടത്തുന്നത് വലിയൊരു മാസ് എൻട്രി ഒന്നുമല്ല, ഒരു സിനിമാറ്റിക് എൻട്രി ഒന്നുമല്ല. വളരെ സിമ്പിളായിട്ട് അവിടെ വന്നിരുന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. തൊട്ടും തിന്നും സംസാരിച്ചുമാണ് ഈശോ ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് കയറുക. എനിക്ക് വിശക്കുന്നുണ്ട്, നിങ്ങളെന്നെ തൊട്ട് നോക്ക്. എന്തൊക്കെ എത്ര സിമ്പിളായിട്ടാണ് ഈശോ സംസാരിക്കുന്നത്. നമുക്കൊരാളുടെ ഉള്ളിലേക്ക് കയറാനുള്ള വഴിയെന്ന് പറയുന്നത് വലിയ മാസ് എൻട്രി ഒന്നുമല്ലെന്നേ. തൊട്ടും തിന്നും സംസാരിച്ചിരിക്കുക.